നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റാം റാം. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ രാമൻ എത്തി. നൂറ്റാണ്ടുകളുടെ അഭൂതപൂർവമായ ക്ഷമയ്ക്കും എണ്ണമറ്റ ബലിദാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും തപസ്സിനും ശേഷം നമ്മുടെ ശ്രീരാമൻ വന്നിരിക്കുന്നു. നമ്മുടെ രാമിലല്ല, ഇനി ടെന്റിൽ വസിക്കേണ്ടി വരില്ല. നമ്മുടെ രാമിലല്ല, ഇനി ഈ ദിവ്യക്ഷേത്രത്തിൽ വിരാജിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നല്ല വിശ്വാസമുണ്ട്. ഈ സംഭവിച്ചതിനെ കുറിച്ച് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഓരോ കോണിലുമുള്ള രാമഭക്തർ സ്വയം അനുഭവിക്കുന്നുണ്ടാകും. 2024 ജനുവരി 22 കലണ്ടറിൽ എഴുതിയ കേവലമൊരു തീയതിയല്ല, ഇതാണ് പുതിയ കാലചക്രത്തിന്റെ ഉത്ഭവം. അടിമത്തത്തിന്റെ മാനസികാവസ്ഥ തകർത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രാഷ്ട്രം, ഭൂതകാലത്തിന്റെ ഓരോ ദംശനങ്ങളിൽ നിന്നും ധൈര്യം സംഭരിച്ച ഒരു രാഷ്ട്രം ഇങ്ങനെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നു. ആയിരം വർഷങ്ങൾക്ക് ശേഷം പോലും ആളുകൾ ഈ തീയതിയെക്കുറിച്ച്, ഈ നിമിഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. നമ്മൾ ഈ നിമിഷം ജീവിക്കുന്നു എന്നത്, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് സാക്ഷികളാകുക എന്നത് എത്ര വലിയ ശ്രീരാമ കൃപയാണ്. ശ്രീരാമനോട് മാപ്പ് കൂടി ചോദിക്കുന്നു. നമ്മുടെ പ്രയത്നത്തിലും ത്യാഗത്തിലും തപസ്സിലും എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കണം. ഇത്രയും നൂറ്റാണ്ടുകളായി നമുക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞില്ല. ഇന്ന് ആ കുറവ് നികത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ അതിന്റെ ആദ്യ പതിപ്പിൽ ശ്രീരാമൻ വിരാജിക്കുന്നു. ആ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും ശ്രീരാമന്റെ അസ്തിത്വത്തെപ്പറ്റി പതിറ്റാണ്ടുകളോളം നിയമ പോരാട്ടം തുടങ്ങി. നീതിയുടെ അന്തസ്സ് കാത്തുസൂക്ഷിച്ച ഇന്ത്യൻ ജുഡീഷ്യറിക്ക് നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീതിയുടെ പര്യായമായ ശ്രീരാമന്റെ ക്ഷേത്രവും ന്യായമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ഒരേ സമയം എല്ലാ ഗ്രാമങ്ങളിലും കീർത്തനവും സങ്കീർത്തനവും നടക്കുന്നു. ഇന്ന് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു, ശുചിത്വ ക്യാമ്പയിനുകൾ നടക്കുന്നു. രാജ്യം മുഴുവൻ ഇന്ന് ദീപാവലി ആഘോഷിക്കുകയാണ്. ശ്രീരാമന്റെ അനുഗ്രഹത്തോടെ ധനുഷ്കോടിയിലെ രാമസേതുവിന്റെ ആരംഭ പോയിന്റായ അരിച്ചൽ മുനമ്പിലായിരുന്നു ഞാൻ. ശ്രീരാമൻ സമുദ്രം മുറിച്ചു കടക്കാൻ പുറപ്പെട്ട ആ നിമിഷം കാലചക്രം മാറ്റിമറിച്ച നിമിഷമായിരുന്നു. ആ വൈകാരിക നിമിഷം അനുഭവിക്കാനുള്ള എന്റെ എളിയ ശ്രമമായിരുന്നു അത്. ഞാനവിടെ പൂക്കൾ നേദിച്ചു. അക്കാലത്ത് കാലചക്രം മാറിയതുപോലെ കാലചക്രം വീണ്ടും മാറുകയും ശുഭകരമായ ദിശയിലേക്ക് നീങ്ങുകയും ചെയ്യും എന്ന ഒരു വിശ്വാസം എന്റെ ഉള്ളിൽ ഉടലെടുത്തു.
और शुभ दिशा में बढ़ेगा. നാസിക്കിലെ പഞ്ചവടി ധാം, കേരളത്തിലെ പുണ്യ തൃപ്രയാർ ക്ഷേത്രം, ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷി, ശ്രീരംഗത്തിലെ രംഗനാഥ സ്വാമി ക്ഷേത്രം, രാമേശ്വരത്തെ ശ്രീരാമനാഥ സ്വാമി ക്ഷേത്രം, അല്ലെങ്കിൽ ധനുഷ്കോടി. ഈ പുണ്യ ചൈതന്യത്താൽ നഗരത്തിൽ നിന്ന് സരയുവിലേക്ക് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും വിവിധ ഭാഷകളിൽ രാമായണം കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. രാമന്റെ ആദർശങ്ങൾ, രാമന്റെ മൂല്യങ്ങൾ, രാമന്റെ ഉപദേശങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ആരുടെ അധ്വാനവും അർപ്പണബോധവും കാരണമാണോ ഇന്ന് നാം ഈ ശുഭദിനങ്ങൾ കാണുന്നത്? ഈ ചരിത്ര നിമിഷത്തിൽ രാജ്യം ആ വ്യക്തിത്വങ്ങളെയും ഓർക്കുന്നു. ഈ രാമകാര്യത്തിന്റെ പൂർത്തീകരണത്തിൽ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും പരകോടി പലരും കാണിച്ചു. എണ്ണമറ്റ രാമഭക്തരോടും എണ്ണമറ്റ കർസേവകരോടും എണ്ണമറ്റ സന്യാസിമാരോടും മഹാത്മാക്കളോടും നാം എല്ലാം കടപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ സന്ദർഭം ആഘോഷത്തിന്റെ നിമിഷം മാത്രമല്ല. ഒരേ സമയം ഭാരതീയ സമൂഹത്തിന്റെ പക്വതയെ തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തിന്റെ മാത്രമല്ല, വിനയത്തിന്റെ കൂടി അവസരമാണ്. രാമക്ഷേത്രം പണിതാൽ തീ പിടിക്കുമെന്ന് ചിലർ പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ സമാധാനത്തിന്റെയും ക്ഷമയുടെയും പരസ്പര ഐക്യത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രതീകം കൂടിയാണ് രാംലല്ലയുടെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. നിങ്ങളുടെ ചിന്തയെ പുനർവിചിന്തനം ചെയ്യൂ. രാമൻ അഗ്നിയല്ല, രാമൻ ഊർജമാണ്. രാമൻ ഒരു തർക്കമല്ല, രാമൻ ഒരു പരിഹാരമാണ്. രാമൻ നമ്മുടേത് മാത്രമല്ല, രാമൻ എല്ലാവരുടേതുമാണ്. രാമൻ ഇന്നിന്റെ മാത്രമല്ല, രാമൻ നിത്യനാണ്. ഇന്ന് അയോധ്യയിൽ ശ്രീരാമന്റെ കേവലം വിഗ്രഹരൂപത്തിൽ മാത്രമല്ല പ്രതിഷ്ഠ സംഭവിച്ചത്. ശ്രീരാമന്റെ രൂപത്തിൽ പ്രകടമാകുന്നത് ഭാരതീയ സംസ്കാരത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ജീവവായു കൂടിയാണ്. രാമനാണ് ഭാരതത്തിന്റെ വിശ്വാസം. രാമനാണ് ഭാരതത്തിന്റെ അടിത്തറ. രാമൻ ഭാരതത്തിന്റെ ആശയമാണ്. രാമൻ ഭാരതത്തിന്റെ നിയമമാണ്. രാമൻ ഭാരതത്തിന്റെ ചൈതന്യമാണ്. രാമൻ ഭാരതത്തിന്റെ ചിന്തയാണ്. രാമൻ ഭാരതത്തിന്റെ അഭിമാനമാണ്. രാമൻ ഭാരതത്തിന്റെ മഹത്വമാണ്. രാമൻ പ്രവാഹമാണ്. രാമൻ പ്രഭാവമാണ്. രാമൻ അന്തമില്ലാത്തതാണ്. രാമൻ നീതിയാണ്. രാമൻ നിത്യനാണ്. രാമൻ നൈരന്തര്യമാണ്. രാമനാണ് ജീവാത്മാവ്. രാമൻ ഉജ്ജ്വലമാണ്. രാമൻ സർവവ്യാപിയാണ്. വിശ്വവും വിശ്വാത്മാവുമാണ്. അതിനാൽ രാമപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന്റെ സ്വാധീനം വർഷങ്ങളോ നൂറ്റാണ്ടുകളോ മാത്രമല്ല നിലനിൽക്കുന്നത്. അതിന്റെ പ്രഭാവം ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കും. ശ്രീരാമന്റെ മഹത്തായ ക്ഷേത്രം നിർമ്മിച്ചു. ഇനി എന്ത്? നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം. ഇനി എന്താണ് അടുത്തത്? ഇതാണ് സമയം. ഇതാണ് ശരിയായ സമയം. ഇന്നു മുതൽ, ഈ പവിത്ര നിമിഷം മുതൽ
अगले അടുത്ത 1000 വർഷത്തെ ഭാരതത്തിന്റെ അടിത്തറ भारत की നാം नींव സ്ഥാപിക്കണം. रखनी है. मंदिर निर्माण से आगे ക്ഷേത്ര बढ़कर നിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ हमें सभी देशवासी यही ഈ നിമിഷം മുതൽ इस पल से समर्थ ശക്തവും കഴിവുള്ളതും മഹത്തായതും ദൈവികവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുമെന്ന് എല്ലാ നാട്ടുകാരും പ്രതിജ്ഞയെടുക്കണം. ഇത് രാഷ്ട്ര നിർമ്മാണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. എല്ലാവരും നമ്മുടേതാണ്. എല്ലാവരും തുല്യരാണ്. ഓരോ ഭാരതീയനിലുമുള്ള സ്വന്തം എന്ന ഭാവവും സാഹോദര്യത്തിന്റെ വികാരവും ശക്തവും കഴിവുള്ളതും മഹത്തായതും ദിവ്യവുമായ ഒരു ഭാരതത്തിന്റെ അടിസ്ഥാനമായി മാറും. ഇത് തന്നെയാണ് ദൈവത്തിൽ നിന്ന് രാജ്യത്തിന്റെയും രാമനിൽ നിന്ന് രാഷ്ട്രത്തിന്റെയും ബോധത്തിന്റെ വികാസം. സുഹൃത്തുക്കളെ, നിരാശയുടെ ഒരു കണികയ്ക്ക് പോലും ഇന്ന് നാട്ടിൽ സ്ഥാനമില്ല. ഞാൻ വളരെ സാധാരണക്കാരനാണ്. എനിക്ക് അനുഭവമില്ല. ആരെങ്കിലും ഇങ്ങനെ വിചാരിച്ചാൽ അണ്ണാറക്കണ്ണന്റെ സംഭാവന ഓർക്കണം. ഈ ആലസ്യത്തിൽ നിന്നും കരകയറാൻ അണ്ണാറക്കണ്ണന്റെ സ്മരണ മാത്രമേ നമ്മെ സഹായിക്കൂ. ചെറുതോ വലുതോ ആയ ഏതൊരു പരിശ്രമത്തിനും അതിൻ്റെതായ ശക്തിയുണ്ടെന്ന് അത് നമ്മെ പഠിപ്പിക്കും. ഓരോന്നിനും അതിൻ്റെതായ പങ്ക് വഹിക്കാൻ സാധിക്കും. ഓരോന്നിനും അതിൻ്റെതായ പങ്ക് വഹിക്കാൻ സാധിക്കും. എല്ലാവരുടെയും പ്രയത്നങ്ങളുടെ ഈ ചൈതന്യം ശക്തവും കഴിവുള്ളതും മഹത്തായതും ദിവ്യവുമായ ഭാരതത്തിന്റെ അടിത്തറയാകും. ദൈവത്തിൽ നിന്ന് ദേശത്തിലേക്കും രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്കുമുള്ള ബോധത്തിന്റെ വികാസമാണിത്. സുഹൃത്തുക്കളെ, ലങ്കയിലെ രാജാവായ രാവണൻ അതീവ ജ്ഞാനിയായിരുന്നു. അവൻ അപാരമായ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ജടായുജിയുടെ ധർമ്മനിഷ്ഠ നോക്കൂ. അവർ ശക്തനായ രാവണനുമായി ഏറ്റുമുട്ടി. രാവണനെ തോൽപ്പിക്കാൻ തനിക്കാവില്ലെന്നും അവനറിയാമായിരുന്നു. എന്നിട്ടും അവൻ രാവണനെ വെല്ലുവിളിച്ചു. ഈ കർത്തവ്യത്തിന്റെ പരിസമാപ്തിയാണ് കഴിവുള്ള പ്രാപ്തിയേറിയ മഹത്തായ ദിവ്യമായ ഭാരതത്തിന്റെ അടിസ്ഥാനം. ദൈവത്തിൽ നിന്ന് ദേശത്തിലേക്കും രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്കുമുള്ള ബോധത്തിന്റെ വികാസം ഇതാണ്. വരൂ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും രാഷ്ട്ര നിർമ്മാണത്തിനായി സമർപ്പിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. രാമകാര്യത്തിൽ നിന്ന് രാഷ്ട്രകാര്യം, സമയത്തിന്റെ ഓരോ നിമിഷവും, ശരീരത്തിന്റെ ഓരോ കണികയും രാമഭക്തിയെ രാഷ്ട്ര സമർപ്പണത്തിന്റെ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കാം. എന്റെ നാട്ടുകാരെ, ശ്രീരാമനോടുള്ള നമ്മുടെ ആരാധന സവിശേഷമായിരിക്കണം. ഈ ആരാധന ആത്മത്തിൽ നിന്ന് സമഷ്ടിയിലേക്ക് ഉയരുന്നതാകണം. ഈ ആരാധന അഹത്തിൽ നിന്നും വയത്തിലേക്ക് ഉയരാനാകണം. വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള നമ്മുടെ കഠിനാധ്വാനത്തിന്റെ പരമകാഷ്ഠയാകണം ഭഗവാനോടുള്ള നമ്മുടെ വഴിപാട്. നമ്മുടെ ദൈനംദിന ധീരതയും പരിശ്രമവും സമർപ്പണവും ശ്രീരാമന് സമർപ്പിക്കാം. ഇവ ഉപയോഗിച്ച് നമുക്ക് നിത്യവും രാമനെ ആരാധിക്കാം. എങ്കിൽ മാത്രമേ ഭാരതത്തെ അഭിവൃദ്ധവും വികസിതവുമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിന്റെ വികസനത്തിന്റെ സുവർണ കാലഘട്ടമാണിത്. ഇന്ന് ഭാരതം യുവത്വവും ഊർജവും നിറഞ്ഞതാണ്. ആർക്കറിയാം എത്ര നാൾ കഴിഞ്ഞാലാണ് അത്തരം അനുകൂല സാഹചര്യങ്ങൾ ഉടലെടുക്കുമെന്ന്. ഇത് പാഴാക്കാനാവില്ല. വെറുതെ ഇരിക്കാനാവില്ല. നമ്മുടെ രാജ്യത്തെ യുവാക്കളോട് ഞാൻ പറയും, ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിന്റെ പ്രചോദനമാണ് നിങ്ങളുടെ മുൻപിൽ. ചന്ദ്രനിൽ ത്രിവർണ പതാക വീശിയ 15 ലക്ഷം കിലോമീറ്റർ താണ്ടി സൂര്യന്റെ സമീപം പോയി മിഷൻ ആദിത്യ വിജയകരമാക്കിയ, ആകാശത്ത് തേജസ്സും
और सागर സമുദ്രത്തിൽ में വിക്രാന്തിന്റെയും परचम लहरा रही है अपनी അലയടികൾ തീർത്ത ഭാരതത്തിന്റെ ആ തലമുറയെ गर्व करते हुए आपको നിങ്ങൾ പ്രതിനിധീകരിക്കുന്നു. भारत का नव प्रभात लिखना है പാരമ്പര്യത്തിന്റെ വിശുദ്ധിയുടെയും और आधुनिकता की अनंतता ആധുനികതയുടെ അനന്തതയുടെയും പാതയിലൂടെ चलते हुए भारत ഭാരതം സമൃദ്ധിയുടെ समृद्धि के ലക്ഷ്യത്തിലെത്തും. लक्ष्य तक पहुंचेगा. എന്റെ സുഹൃത്തുക്കളെ, साथियों, വരാനിരിക്കുന്ന സമയം अब सफलता का വിജയത്തിൻ്റെതാണ്. ഇനി വരാനിരിക്കുന്ന സമയം പൂർത്തീകരണത്തിൻ്റെതാണ്. सिद्धि का है. ഈ മഹത്തായ രാമക്ഷേത്രം मंदिर साक्षी बनेगा. സാക്ഷ്യം വഹിക്കും. भारत के ഭാരതത്തിന്റെ उत्कर्ष का, പുരോഗതി, भारत के उदय ഭാരതത്തിന്റെ का, ഉദയം, ये भव्य राम मंदिर ഈ മഹത്തായ साक्षी बनेगा. രാമക്ഷേത്രം സാക്ഷ്യം भव्य വഹിക്കും. भारत के अभ्युदय का, മഹത്തായ विकसित ഭാരതത്തിന്റെ भारत का. ഉദയത്തെക്കുറിച്ച്, ये मंदिर सिखाता വികസിത है ഭാരതത്തിന്റെ कि अगर സാക്ഷാത്കാരത്തെക്കുറിച്ച്. सत्य അതാണ് प्रमाणित ഈ हो, ക്ഷേത്രം പഠിപ്പിക്കുന്നത്. अगर ലക്ഷ്യം ശരിയാണെന്ന് തെളിഞ്ഞാൽ सामूहिकता കൂട്ടായതും സംഘടിതവുമായ ശക്തിയിൽ നിന്നാണ് जन्मा हो, ലക്ഷ്യം ജനിച്ചതെങ്കിൽ तब उस लक्ष्य को പിന്നെ प्राप्त ആ करना ലക്ഷ്യം കൈവരിക്കുക संभव അസാധ്യമല്ല. नहीं है. ഇത് ഭാരതത്തിന്റെ भारत का സമയമാണ്. समय है, ഭാരതം മുന്നോട്ട് പോവുകയാണ്. अब आगे बढ़ने वाला है. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. हम यहाँ पहुंचे हैं. ഈ കാലഘട്ടത്തിലെ നാം എല്ലാവരും इस युग का, ഈ കാലയളവിനായി इस കാത്തിരിക്കുന്നു. कालखंड का इंतजार किया है. अब हम ഇനി നമ്മൾ रुकेंगे നിർത്തില്ല. नहीं. വികസനത്തിന്റെ ഔന്നത്യത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും. इसी ഈ भाव के വികാരത്തോടെ साथ രാംലല്ലയുടെ കാൽക്കൽ चरणों में പ്രണാമം करते അർപ്പിക്കുന്നു. हुए आप सभी നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ. बहुत बहुत शुभकामनाएं. എല്ലാ വിശുദ്ധരുടെയും പാദങ്ങളിൽ എന്റെ നമസ്കാരം. सियावर रामचंद्र की, सियावर रामचंद्र की, सियावर रामचंद्र की.